മുണ്ടോടൻ ഫാമിലി അസോസിയേഷൻ രണ്ടാമത് ഫുട്ബോൾ ടൂർണമെന്റ് ശ്രദ്ധേയമായി. മോങ്ങം ഹിൽ ടോപ്പ് അത്ലറ്റിക്സ് ടവറിൽ വെച്ച് നടന്ന ടൂർണമെന്റിൽ കുടുംബത്തിലെ 200 താരങ്ങളാണ് പങ്കെടുത്തത്. ദേശീയ നീന്തൽ താരം മുണ്ടോടൻ റഹ്മാൻ കരുളായി ഉദ്ഘാടനം ചെയ്തു. കുടുംബം സംസ്ഥാനത്തെ വിവിധ ജില്ലകളിലായി വ്യാപിച്ചു കിടക്കുന്നുണ്ടെങ്കിലും മലപ്പുറം ജില്ലയിലാണ് കൂടുതൽ പേരും. അരീക്കോട് മൂർക്കനാട് വെച്ചായിരുന്നു കഴിഞ്ഞ തവണ മത്സരം നടന്നത്. ഇത്തവണ കൂടുതൽ സൌകര്യാർത്ഥമാണ് മോങ്ങത്തേക്ക് മാറ്റിയത്. 16ഓളം ടീമുകളിലായി 200ഓളം കായിക താരങ്ങളാണ് ബൂട്ടണിഞ്ഞത്. കിഡീസ് വിഭാഗത്തിൽ ടീം ഒഴിക്കൂർ, ജൂനിയർ വിഭാഗത്തിൽ പുൽപ്പറ്റയും സീനിയർ വിഭാഗത്തിൽ കാവനൂരുമാണ് വിന്നേഴ്സ് കിരീടം ചൂടിയത്. കുടുംബ ബന്ധങ്ങൾ ശിഥിലമായിക്കൊണ്ടിരിക്കുന്ന പുതിയ കാലഘട്ടത്തിൽ ബന്ധങ്ങളെ ചേർത്ത് പിടിച്ച് വളർന്നുവരുന്ന യുവതലമുറയിൽ കുടുംബ ബന്ധത്തിന്റെ മഹാത്മ്യത്തെക്കുറിച്ച് അവബോധമുണ്ടാക്കാനാണ് ഇത്തരം കായിക മത്സരങ്ങൾ സംഘടിപ്പിക്കുന്നതെന്ന് മുണ്ടോടൻ അസോസിയേഷൻ സെൻട്രൽ പ്രസിഡന്റ് സഫ മുഹമ്മദ് അലി പറഞ്ഞു. വാട്സപ്പിലൂടെ നമ്മളിത് രൂപം കൊണ്ട് 2018 സ്ഥാപിതമായിട്ടുള്ളത്. 2018 മുതൽ 24 ആയപ്പോത്തിന് ലക്ഷക്കണക്കിന് രൂപയുടെ പ്രവർത്തനങ്ങൾ ക്ഷേമ പ്രവർത്തനങ്ങൾ നമ്മുടെ കുടുംബങ്ങൾക്കായിട്ട് ചെയ്തിട്ടുണ്ട്. അതിന് പ്രധാന കണ്ണിയായിട്ടുള്ള ആളുകൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രവാസ മേഖലയിലുള്ള കമ്മിറ്റികളാണ്. നമ്മുടെ ആളുകൾ, നമ്മുടെ നാട്ടുകാരായ മുണ്ടോടന്മാരായ ആളുകൾ പ്രവാസ മേഖലയിൽ നിന്ന് ഖത്തർ മേഖല, ജിദ്ദ, റിയാദ് തുടങ്ങിയ മേഖലകളിൽ നിന്നുള്ള ഫണ്ടാണ് നമുക്ക് ഇതിന് കാര്യമായിട്ട് ലഭിച്ചിട്ടുള്ളത്. 5000 രൂപ കൊണ്ട് നമ്മൾ കരളായി മേഖലയിൽ ഒരു സഹോദരിക്ക് വീട് നിർമ്മിച്ചുകൊണ്ടാണ് നമ്മൾ ആദ്യത്തെ പരിപാടി ആരംഭിച്ചത്. അതിനുശേഷം എത്രയോ പ്രവർത്തനങ്ങൾ നമ്മൾ നടത്തി. പല കുടുംബത്തിൽപ്പെട്ട പല പ്രയാസം അനുഭവിക്കുന്ന ആളുകൾക്കും നമ്മുടെ നേട്ടമുണ്ടായി. ഇനിയും ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളുടെ കൈകളിലെത്തി നിങ്ങളാണ് ഇത് കൊണ്ടു നടക്കേണ്ടത്. ചെറുപ്പക്കാരായ ആളുകൾ, നിങ്ങളുടെ മനസ്സിൽ മുണ്ടോടൻ കുടുംബം എന്നുണ്ട്. നമ്മളെല്ലാവരും സഹോദരന്മാരാണ്. പല മേഖലകളും ചിന്നിച്ചിതറിക്കിടക്കുന്ന നമ്മളൊക്കെ ഒരു സ്ഥലത്ത് നിന്ന്, ഒഴുകൂരിൽ നിന്ന് പോന്നവരാണ് എന്ന കാര്യം മനസ്സിലാക്കലാണ് നിങ്ങളുടെ ഉദ്ദേശം. നിങ്ങളത് മനസ്സിലാക്കണം. കൺവീനർ സയ്യിദ് ഒഴുകൂർ, സെക്രട്ടറി വീരാൻകുട്ടി, ബിച്ചി ചീക്കോട, സ്വതക്ക കരുളായി, സുനീർ വയനാട് എന്നിവർ സംസാരിച്ചു. ഈസ്റ്റ് ലൈവ് കൊണ്ടോട്ടി.